പശ്ചിമേഷ്യയാകെ യുദ്ധത്തിന്റെ ഭീഷണി നിലനിൽക്കുമ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷം ഏത് നിമിഷവും തുടങ്ങും എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഈ അടുത്ത കാലത്ത് നടത്തിയ ബോംബാക്രമണത്തിൽ പാക് സൈനിക മേധാവികളടക്കം അനേകം പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇത് തുടരാനാകില്ല. ഇതിനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് പറയുന്നത്. ഖാജ ആസിഫ് പറയുന്നത് ഖൈബർ പഖ്തൂൺ മേഖലയിൽ ഞങ്ങളുടെ 100 കണക്കിന് സൈനികരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറ്റുമൊക്കെ അതിർത്തി കടന്നെത്തിയ ബോംബറുകൾ കൊലപ്പെടുത്തി. ഇതിന്റെ പിന്നിൽ കാബൂളും ദില്ലിയുമാണ് ഈ ഗ്രൂപ്പുകൾക്ക് പിന്നിലെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇവരെ നേരിടാൻ പല ഓപ്ഷൻസും ഞങ്ങൾക്കുണ്ട്. അതിലൊന്ന് വ്യോമാക്രമണം തന്നെയാണ്. അത് ഏത് നിമിഷവും ഞങ്ങൾ ആരംഭിച്ചേക്കാം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഖാജ ആസിഫ് നൽകുന്നുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതിനു മുമ്പും പാകിസ്ഥാൻ അഫ്ഗാന്റെ മണ്ണിൽ കടന്നു കയറി വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വ്യാപാര ബന്ധങ്ങൾ പൂർണ്ണമായി നിലച്ച മട്ടാണ്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുമാണ് ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കളും ഒപ്പം തന്നെ മരുന്നുകളും മറ്റും ഇറക്കുമതി ചെയ്യുന്നത്. അതായത് ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന അവസരം തന്നെ നോക്കി അഫ്ഗാനിസ്ഥാനിൽ ബോംബിങ്ങും മറ്റും നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ എന്നുകൂടി ഇതിൽ നിന്ന് സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നു. മുമ്പും ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാന്റെ ഒരു സഹായം ഇറാന് ഈ ഒരു യുദ്ധത്തിൽ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേശം അമേരിക്കയ്ക്ക് ഉണ്ട്. അതിന് കാരണം കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാന്റെ നേതാക്കന്മാർ പറഞ്ഞത് ഇറാനെ ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കും, ഒരു യുദ്ധമുണ്ടായാൽ ഇറാന്റെ ഒപ്പം തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാനെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് മറ്റു രാജ്യങ്ങൾ റഷ്യയോ ചൈനയോ മറ്റോ താവളമാക്കിക്കൊണ്ട് ഇറാനെ സഹായിക്കാൻ ഒരുമ്പെടുന്നത് ഇല്ലാതാക്കുക എന്നൊരു ശ്രമം കൂടി ഈ ഖാജ ആസിഫിന്റെ വാക്കുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഇതിനിടയിൽ ഇന്ത്യയെ കൂടി ഇതിൽ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ ഖാജ ആസിഫിന്റെ പ്രസ്താവനയിൽ. ദില്ലിയും കാബൂളുമാണ് ഇത്തരം ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.